സംഭവം നടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തല്ല കേട്ടോ. ആരും പരിഭ്രമിക്കണ്ട. അങ്ങ് പോണം തമിഴ്നാടിനോട് ചേർന്ന അതിർത്തി പ്രദേശത്തിലേക്ക്. കാട്ടാക്കട രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ആരുടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഏതോ കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഒരു സംഘടന നടത്തുന്നതായിട്ടൊന്നും തെറ്റിദ്ധരിക്കില്ലേ. KPCCയുടെ നേതൃത്വത്തിലുള്ള ഈ KPCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് ആരുടെ കാലത്താണ്? സാക്ഷാൽ രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കുന്ന സമയത്ത്. ഫണ്ടൊക്കെ അനുവദിച്ചത് വളരെ വിപുലമാക്കിയത് ആരാണ്? നമ്മുടെ സിംഹം K.സുധാകരൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത്. KPCC വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. എന്തിനാണ് വാടകയ്ക്ക് കൊടുക്കുക ഇൻസ്റ്റിറ്റ്യൂട്ട്? ഏതെങ്കിലുമൊക്കെ പബ്ലിക് പരിപാടികൾ നടത്താൻ. ആദ്യമായി കേൾക്കുക ജനങ്ങളെ, ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പഠന ക്ലാസ്സിന് തീരെഴുതി കൊടുത്തു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നത്തെ പകലിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനിപ്പോ എന്താ, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടി പരിപാടികൾ നടത്തട്ടെ. അവിടെയും ഉണ്ട് കുഴപ്പം. BJPയുടെ സംഘപരിവാറിന്റെ ചിന്താ ശിബിരം നടത്താൻ KPCCയുടെ അധ്യക്ഷതയിലുള്ള രാജീവ് ഗാന്ധി കാട്ടാക്കട ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നുകൊടുത്ത രാഷ്ട്രീയ നെറുകേട് വെളിപ്പെട്ട ഒരു പകലായി ഈ പകല് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു എക്സ്ക്യൂസും വെറും എക്സ്ക്യൂസായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും കൂട്ടി വായിക്കുന്നത്. വെറുതെ പ്രതിഷേധിക്കാൻ വേണ്ടി, പ്രതികരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായാലും അഭിമാനക്ഷതം മലയാളിക്ക് ഉണ്ടാക്കില്ല എന്ന് 80 കഴിഞ്ഞ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് പറഞ്ഞതാ ഓർമ്മ വരുന്നത്. കേന്ദ്ര ധനസഹായം എത്ര കോടിയാണെങ്കിലും സ്വന്തം കിടപ്പാടത്തിന് മുന്നിൽ നരേന്ദ്രമോദിയുടെയോ BJP നേതാക്കളുടെയോ, അത് പ്രധാനമന്ത്രിയല്ല, ഈ നാട്ടിൽ ഏത് തലതൊട്ടപ്പനാണെങ്കിലും ആ മുദ്ര വീടിന്റെ പടിവാതിക്കലിൽ കട്ടിലയിൽ കുത്തിവെക്കാൻ മലയാളിയുടെ അഭിമാനബോധം സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഇടത് രാഷ്ട്രീയത്തെ നോക്കി KM ഷാജി അടക്കമുള്ളവർ പറഞ്ഞെന്താ, ഫണ്ട് കിട്ടുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെച്ചേക്കണത് എന്താണെന്ന്. ഈ ഒരു നിസ്സാരവൽക്കരിക്കലുണ്ടല്ലോ, ഈ നിസ്സാരവൽക്കരിക്കൽ, കേന്ദ്രത്തോട് ഞങ്ങൾ അതിഭീകരമായ വിരോധം വെച്ച് പുലർത്തില്ല, അതിന്റെ ആവശ്യമില്ല, അത് കേന്ദ്ര സർക്കാരാണെന്ന്. തേങ്ങയാണ് തേങ്ങ. പ്രതിപക്ഷത്തിരുന്ന് 10 വർഷം BJPയെ കടന്നാക്രമിക്കുന്ന പ്രഹസനം കാട്ടിക്കൂട്ടിയവർ 60 തികയ്ക്കും മുമ്പ് ഭരണപക്ഷത്തെത്തിയപ്പോ നരേന്ദ്രമോദിയുടെ മുഖമുദ്ര കട്ടിലയിൽ അടിച്ചു വെക്കാൻ മലയാളിയോട് പറയുന്നതിനെ നിസ്സാരവൽക്കരിക്കുന്നു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെൻട്രൽ ഹാള് BJPയുടെ ചിന്താ ശിബിരത്തിന് വിട്ടുകൊടുത്തിട്ട് അതിനകത്തും രാഷ്ട്രീയ മര്യാദയുടെ കെടുകാര്യസ്ഥതയുടെ വൃത്തികേടുകൾ പുലമ്പുന്ന രാഷ്ട്രീയ പകൽ 100% ഉറപ്പാണ്. VD സതീശൻ ഡൽഹിക്ക് പോകുമ്പോ അത് പ്രധാനമന്ത്രിയെ കണ്ട് കൈകൊടുത്ത് തിരിച്ചു വരാനല്ല, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മംഗലാപുരത്ത് പോയതടക്കമുള്ള കാര്യങ്ങളിൽ വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം ഉണ്ടായി എന്ന് കൂട്ടി വായിക്കാൻ നിഷ്പക്ഷമതികളെ, രാഷ്ട്രീയ ബോധ്യമുള്ളവരെ, സാക്ഷരതയിലൂന്നി ജീവിക്കുന്ന കേരള നാടിനെ പ്രചോദിപ്പിക്കുന്നതും അത് തന്നെയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല കേട്ടോ.